വിതുര പെൺവാണിഭ കേസ് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. കേരളത്തില് ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയ ഒരു സ്ത്രീ പീഡന കേസാണ് വിതുര പെൺവാണിഭ കേസ്. ആ വിതുര പെൺവാണിഭ കേസിൽ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനായ ഹാസ്യനടൻ എന്നൊന്നല്ല പറയേണ്ടത്, മലയാളത്തിന്റെ അഭിനയത്തിന്റെ ഒരുപക്ഷെ മലയാളത്തിലെ കാലത്തെയും അഭിനേതാക്കളുടെ ഒരു ഗ്രാഫ് എടുത്താൽ ജഗതി ശ്രീകുമാറിന്റെ ഗ്രാഫ് ഏറ്റവും മുകളിൽ തന്നെയായിരിക്കും. ആ രീതിയിൽ മലയാളികളെ ചിരിപ്പിക്കുക മാത്രമല്ല, മലയാളികളെ ചിന്തിപ്പിക്കുകയും മലയാളികളെ ഒരു ആസ്വാദനത്തിന്റെ കൊടുമുടികളിലേക്ക് ഉയർത്തുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള മഹാനടനായിരുന്നു ജഗതി ശ്രീകുമാർ. ആ ജഗതി ശ്രീകുമാർ പ്രതിയായ കേസാണ് വിതുര കേസ്. ഒരു കുറ്റവും ചെയ്യാതെ കുറ്റം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ, നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ ദിലീപിന്റെ സിനിമ പോസ്റ്റർ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ സിനിമകളും ബഹിഷ്കരിക്കുകയാണെങ്കിൽ, വിതുര പെൺവാണിഭ കേസ് ഇതിനേക്കാൾ, ഇതിപ്പം ദിലീപിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും പറയുന്നത് ദിലീപ് ഈ പെൺകുട്ടി, അതായത് ഈ സിനിമാ നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്, അതായത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നാണല്ലോ ഇവർ പറയുന്നത്. അതാണല്ലോ ദിലീപ് ചെയ്ത കുറ്റമായി ഇവർ പറയുന്നത്. പക്ഷേ ജഗതി ശ്രീകുമാർ ചെയ്തതായി ഈ പെൺകുട്ടി തന്നെ, അതായത് ഈ സിനിമാ നടി, നേരത്തെയുള്ള നമ്മുടെ ഈ സിനിമാ നടി ഒരിക്കലും പറയുന്നില്ല ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്ന് പറയുന്നില്ല. ഇത് ആരുടെയോ കൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതല്ലാതെ ദിലീപിന്റെ പേരല്ല ഇവർ പറയുന്നത്, ദിലീപിന്റെ പേരല്ല ഇവർ പറയുന്നത്. പക്ഷെ ഈ പെൺകുട്ടി വിതുര കേസിലെ ആ പാവപ്പെട്ട ദുർബലയായ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാത്ത ആ പെൺകുട്ടി പറയുന്നത്, തന്നെ പീഡിപ്പിച്ച നിരവധിയായ ആളുകൾക്കിടയിൽ തനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു ജഗതി ശ്രീകുമാർ. ആ ജഗതി ശ്രീകുമാറാണ് തന്നെ പീഡിപ്പിച്ചത്. ഏത് രീതിയിലാണ് പീഡിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ സിനിമ ബഹിഷ്കരിക്കുകയാണെങ്കിൽ, ദിലീപിന്റെ സിനിമ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങൾ ജഗതി ശ്രീകുമാറിന്റെ സിനിമകളും ബഹിഷ്കരിക്കണം. ഒരുപക്ഷെ അന്ന് ജഗതി ശ്രീകുമാറിന്റെ ഒരു വേദി പങ്കിടില്ല എന്ന് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ഓണപരിപാടി കേട്ടോ, എന്തൊരു ഓണപ്പുടവ കൊടുക്കുന്ന എന്തോ ഒരു പരിപാടിക്ക് VS പങ്കെടുത്തില്ല. VS പങ്കെടുക്കാത്തൊരു കാരണം ആ പരിപാടിയിൽ ജഗതി ശ്രീകുമാർ ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ VSന് കൃത്യമായ സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളുടെ പോലെ ഒരു വൺ സൈഡഡ് അല്ലെങ്കിൽ ഒരു പക്ഷത്തേക്ക് മാത്രം ചായുന്ന ഒരു നിലപാടായിരുന്നില്ല VSന്റേത് കേട്ടോ. VS എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നിലനിന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഭാഗ്യലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ ശൈലജ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഈ ഫെമിനിസ്റ്റുകളൊക്കെ നിലനിൽക്കുന്നത് ഏറ്റവും അധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മലയാള സിനിമയിലെ പ്രമുഖ നടിക്കൊപ്പം മാത്രമാണ്. അതല്ലാതെ പി ടി കുഞ്ഞുമുഹമ്മദ് പീഡിപ്പിച്ച ഒരു നവാഗത സംവിധായകക്കൊപ്പം പോലും ഇവരില്ല. അതല്ലാത്ത നിരവധിയായ സ്ത്രീകൾക്കൊപ്പം ഒന്നുമില്ല. ഇവരുള്ളത് ഈ ഒരു പെൺകുട്ടിക്കൊപ്പം മാത്രമാണ്. അപ്പൊ ഇവിടെ ജഗതി ശ്രീകുമാറിന്റെ ആ കഥയിലേക്ക് പലരും മറന്നുപോയ സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ ഒന്ന് നമുക്ക് ഓർമ്മിക്കാം എന്ന് തോന്നുന്നു. ഈ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ എത്ര പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് അന്യായങ്ങൾ എന്നാണ്. അന്യായങ്ങൾ എന്ന് പേരുള്ള ഏതാണ്ട് 308 പേജുള്ള അന്യായങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് എഴുതിയത് ഗീത ടീച്ചറാണ്. ഗീത ടീച്ചർ എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ അറിയോ? സൂര്യനെല്ലിയിൽ നിന്ന് തുടങ്ങി വിതുരയും കോഴിക്കോടും കോതമംഗലവും പന്തളവും മട്ടാഞ്ചേരിയും കടന്ന് കിളിരൂർ പൂവരണി കടന്നു പോകുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? താത്രിക്കുട്ടിയെ അച്ഛനും മറ്റു ബന്ധുക്കളും ലൈംഗികമായി ഉപയോഗിച്ച വസ്തുത പുറത്തു വന്ന 1905 വളരെയേറെ തിരുത്തൽ സംവിധാനങ്ങൾ 90കളിൽ കേരളത്തിൽ നിലവിലുണ്ട്. എങ്കിൽ പോലും ദീർഘകാല വിചാരണക്കൊടുവിൽ ഒരു പ്രതി പോലും ഈ തെരുവിലൂടെ കയ്യാമം വെച്ച് നടത്തപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇന്നോളം നടന്ന സ്ത്രീ പീഡനങ്ങളുടെ കഥകളല്ല, നേർ സാക്ഷ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് കേട്ടോ. അതായത് ഏതൊക്കെയാണെന്നറിയോ? സൂര്യനെല്ലി കേസ്, സൂര്യനെല്ലി ഒരു പക്ഷെ നിങ്ങളൊന്നും മറന്നിരിക്കല്ലേ അല്ലേ? സൂര്യനെല്ലി കേസ്, പിന്നെ പന്തളം കേസ്, ഐസ്ക്രീം പാർലർ കേസ്, വിതുര കേസ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിതുര കേസ്, കവിയൂർ കിളിരൂർ കേസ്, കൊട്ടിയം കേസ്, പറവൂർ കേസ്, അമ്പലപ്പുഴ കേസ്, പൂവരണി കേസ് തുടങ്ങി ഒരു 15ഓളം കേസുകളുടെ തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള
യഥാർത്ഥ സംഭവങ്ങൾ ആ സംഭവങ്ങളിലൊക്കെ ഇരകളായ പെൺകുട്ടികളുമായി ഗീത ടീച്ചർ നടത്തിയ സംഭാഷണങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ മലയാളത്തിൽ ഇതുപോലുള്ള ഒരു പുസ്തകം വേറെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇതില് ജഗതി ശ്രീകുമാറിനെ കുറിച്ച്, ഞാനിപ്പോ ജഗതി ശ്രീകുമാറിനെ പ്രതിക്കൂട്ടിലാക്കുകയല്ല എന്റെ ലക്ഷ്യം കേട്ടോ. കാരണം ജഗതി ശ്രീകുമാറിന്റെ പേര് ഈ ഒരു ദുർബലയായ ഒരു പെൺകുട്ടി സത്യസന്ധതയോടെ എന്നെ പീഡിപ്പിച്ചു, എന്നെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്ന് വിളിച്ചു പറയുന്ന ജഗതി ശ്രീകുമാറിനോട് പോലും നമ്മളൊരു സോഫ്റ്റ് കോർണർ കാണിച്ചു കേട്ടോ. ജഗതി ശ്രീകുമാറിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാനൊന്നും ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ജഗതി ശ്രീകുമാറിന്റെ സിനിമകൾ കാണരുത്, ഹേറ്റ് ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒന്നും ഉള്ളതായി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഒരു ചെറിയ കാലത്തേക്ക് മാത്രമുള്ളതാവണമെന്നില്ലല്ലോ. അത് ഇപ്പോഴും ജഗതി ശ്രീകുമാറിന്റെ സിനിമകൾ നമ്മുടെ ചാനലുകളിൽ വരുന്നു, തിയേറ്ററുകളിൽ വരുന്നു, നമ്മളൊക്കെ കാണുന്നു, ആസ്വദിക്കുന്നു, കൈയടിക്കുന്നു അല്ലേ. പക്ഷേ ആ ഒരു നീതി പോലും കോടതി വെറുതെ വിടുന്ന ദിലീപിന് കിട്ടുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇതിൽ യഥാർത്ഥ പ്രതിയായ, യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാൻ പറയുന്നത് കോടതികളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പുസ്തകത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കണം എന്നാണ് നമ്മളുടെ നീതിപീഠം നമ്മളോട് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നമ്മുടെ സിനിമാ നടി അല്ലെങ്കിൽ ഈ അതിജീവിത ഇതുവരെ എന്താ പറയാ, ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപ് തന്നെയാണ് എന്നല്ല അവർ പറയുന്നത്. ഈ കൊട്ടേഷൻ നൽകിയത് ആരോ ആണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതില് ആ ഭാഗം, ഏത് ഭാഗം, വിതുര കേസ്, ഈ പുസ്തകത്തിന്റെ 58 പേജിലാണ് വിതുര കേസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വിതുര കേസ് മറന്നുപോയ ചിലരുടെ ഓർമ്മയിലേക്ക് എന്താണത് എന്നുള്ളത് 4-5 വരി ഇതിന്റെ തുടക്കത്തിൽ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. സൂര്യനെല്ലി ചൂടുപിടിച്ച ചർച്ചയിൽ തുടരവേ താമസിയാതെ പുറത്തു വന്നു വിതുര കേസ്. പാവപ്പെട്ട ഒരു പെൺകുട്ടി തൊഴിൽ വ്യാമോഹത്തിൽ കുടുങ്ങിപ്പോയി. അവൾ പെൺവാണിഭ സംഘത്തിൽ എത്തപ്പെട്ടത് അജിത ബീഗം എന്ന ഒരു ഏജന്റ് വഴിയായിരുന്നു. കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തവരിൽ ബിസിനസ്സുകാർ, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, സിനിമാ നടൻ എന്നിവർ ഉൾപ്പെടുന്നതായി സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വന്നു. ആട്, തേക്ക്, മാഞ്ചിയം കൃഷിയിൽ നിന്ന് മൂന്നാർ, മുതുമല പോലുള്ള സുഖവാസ കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് റിസോർട്ട് സഞ്ചയത്തിലേക്ക് ചുവടുമാറിയ ഒരു പ്രമുഖൻ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ സുപ്രീം കോടതി വരെ പോയി. കേസിൽ ഉൾപ്പെട്ട് കേട്ടത് മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു ഹാസ്യതാരത്തിന്റെ പേരായിരുന്നു എന്ന ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് ഗീത ടീച്ചർ ഈ അധ്യായം തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പേജിൽ പെൺകുട്ടിയുമായുള്ള അഭിമുഖം. സംഭവം നടന്ന് 10 കൊല്ലമായിട്ടും വിചാരണ കാത്തു കിടക്കുന്ന വിതുര കേസിലെ ഇരയും സാക്ഷിയുമായ, ഇത് 2011 പുസ്തകം പുറത്തിറങ്ങുന്നത്. ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് 2011. അപ്പോൾ പറയുന്നത്, സംഭവം നടന്ന് 10 കൊല്ലമായിട്ടും വിചാരണ കാത്തു കിടക്കുന്ന വിതുര കേസിലെ ഇരയും സാക്ഷിയുമായ പെൺകുട്ടിക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. ഉറങ്ങുമ്പോൾ പോലും ഇവൾക്കിപ്പോഴും പേടിയാണ്. സൂര്യനെല്ലിയിലെ കുട്ടിയെപ്പോലെ തന്നെ ഇവളും സദാ പേടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എല്ലാം ഇവൾ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് 65 പേജിലാണ് ആ സംഭവം ഈ പെൺകുട്ടി പറയുന്നത്. അത് നിങ്ങൾ കേൾക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊക്കെ ആ പ്രമുഖ ചലച്ചിത്ര നടിക്കൊപ്പമാണ്, വിതുരയിലെ പെൺകുട്ടിക്കൊപ്പമാണ്, സൂര്യനെല്ലിയിലെ പെൺകുട്ടിയൊപ്പമാണ്, പൂവരണിയിലെയും കൊട്ടിയത്തെയും ഒക്കെ പെൺകുട്ടികൾക്കൊപ്പമാണ്, അവരുടെ കുടുംബത്തിന്റെ കൂടെയാണ്. എല്ലാ പീഡിപ്പിക്കപ്പെട്ട പീഡനത്തിനിരയായ പെൺകുട്ടികൾക്കും ഒപ്പമാണ് നമ്മൾ, ഒരു തർക്കവുമില്ല. പക്ഷേ കോടതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒരാളെന്ന് പറയുമ്പോൾ വീണ്ടും അയാൾക്ക് നേരെ കൈ ചൂണ്ടി അയാൾ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് വീണ്ടും പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതികളിൽ പോകാം. നിങ്ങൾക്ക് ഹൈക്കോടതിയിലും അതും കഴിഞ്ഞ് സുപ്രീം കോടതിയിലും പോകാം. വിവിധ കോടതികളുണ്ട്. അതല്ലാതെ പൊതുമണ്ഡലത്തിലിരുന്ന് അയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല വിധി കൽപ്പിക്കേണ്ടത് കോടതികളാണ്. ആ കോടതികളെ നോക്കുകുത്തികളാക്കി കോടതിയിലെ ജഡ്ജിമാർ പറയുന്ന മുഴുവൻ അസംബന്ധമാണ്, തോന്നിവാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചാനൽ മുറികളിലാണ് വിചാരണ നടക്കുന്നത്. ചാനൽ മുറികളിലെ ഹാഷ്മിയും മാധുവും നികേഷ് കുമാറും അരുണും സ്മൃതി പരുത്തിക്കാടും ഒക്കെയാണ്, അഭിലാഷ് മോഹനൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ജഡ്ജിമാർ എന്നൊക്കെ പറയുന്നത്. അത് തെണ്ടിത്തരാണ്, ചെറ്റത്തരാണ് കേട്ടോ. ഈ 2 വാക്കുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കി വരണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ ഏതായാലും ഈ പുസ്തകത്തിൽ പറയുന്നു, ഈ പെൺകുട്ടിയോട്
ഈ പെൺകുട്ടിയോട് ഗീത ടീച്ചർ ചോദിക്കുകയാണ് കേട്ടോ, മോളെ ഉപദ്രവിച്ചവരിൽ ആരെയെങ്കിലും പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പെൺകുട്ടിയുടെ മറുപടിയാണ്, ഉണ്ട്, ജഗതി ശ്രീകുമാറിനെ. കാരണം പെൺകുട്ടി ജഗതി ശ്രീകുമാറിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാകാം. കാരണം അന്നൊക്കെ വീടുകളിൽ ടി വിയും അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊക്കെ ടി വിയൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്, ജഗതി ശ്രീകുമാറിനെ. അയ്യോ, അയാളെ മറക്കാനോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇതിനു മുമ്പും ടി വിയിലും, അതായത് അടുത്ത വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അതായത് സ്വന്തം വീട്ടിലെ ടി വി അല്ല, അടുത്ത വീട്ടിൽ ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അയാളെ മാത്രം പരേഡിന് നിർത്തിയില്ല. എങ്ങനെ കണ്ടാലും ഞാൻ അറിയുമല്ലോ. ഇയാൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സെൻകുമാർ സാർ, നടേശൻ സാർ, ലക്ഷ്മിക്കുട്ടി സാർ, സുബ്ബലക്ഷ്മി മാഡം ഒക്കെ ഇരിക്കുമ്പോ നേർക്ക് നേരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, അറിയാമോ എന്ന്. എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. എനിക്കന്ന് ഇയാളെ കണ്ടപ്പം ഭ്രാന്തായി പോയി. ഒക്കെ ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു. ഇയാൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് വരുമായിരുന്നു. കുറെ നേരം എന്നെ ഒരു മുറിയിൽ ഇട്ടിട്ടാണ് ഇയാളുടെ മുറിയിലോട്ട് ഇട്ടുകൊടുത്തത്. ഇയാൾ എന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന്. അന്ന് അയാൾ ചോദിച്ച വാക്ക്, ആ വാക്ക് അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. അയാൾ എന്നോട് ചോദിക്കുന്നത്, എന്നും ഒരേ പാത്രത്തിൽ നിന്നുണ്ണാൻ പറ്റുമോ കൊച്ചേന്നാണ്. ബിയറും കാന്താരി അച്ചാറും വെളുത്തുള്ളി അച്ചാറും ഒക്കെ അയാൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിയപ്പോൾ അതൊക്കെ തട്ടി തൂവിപ്പോയി. അതൊക്കെ പൊട്ടി. ഭയങ്കര പേടിയായിരുന്നു. ഇവൻ കട്ടിലിന്റെ 4 സൈഡിലും ഇട്ട് ഓടിച്ചു. ഇവർ തന്ന ഗുളിക എനിക്ക് അത്രയ്ക്കുള്ള ശക്തിയെ ഉണ്ടാവുകയായിരുന്നുള്ളൂ. കൂടിയ ഒരു അരമണിക്കൂർ പിടിച്ചു നിൽക്കും. അതും വല്ലാത്തൊരു ദിവസമായിരുന്നു. പോലീസുകാർ ചോദിച്ചപ്പോ എന്നെ വേദനിപ്പിച്ചതും കട്ടിലിന്റെ ഇടയിലിട്ട് ഓടിച്ചതും എന്റെ ഉടുപ്പ് വലിച്ചു കീറിയതും എല്ലാം ഞാൻ പറഞ്ഞുപോയി. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഈ കേസിൽ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുകയാണ്. കുറ്റവാളിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ദിലീപിന്റെ പിന്നാലെ പോകുന്നത്? ദിലീപ് തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് റൈറ്റ്? നിങ്ങൾക്ക് എന്താണ് അവകാശം? ഇതിന്റെ ഇടയിൽ ഏറ്റവും രസകരമായ ഒരു കമന്റ് ഞാൻ കേട്ടെ. അതായത് ജഗതി ശ്രീകുമാറിനെ ശിക്ഷിച്ചിട്ടില്ല എങ്കിലും ദൈവം ശിക്ഷിച്ചു. ഇപ്പൊ ജഗതി ശ്രീകുമാറിന്റെ അവസ്ഥ അറിയാലോ എന്ന് 1-2 പേർ ഇതിൽ കമന്റ് എഴുതിയിട്ടോ. ഒരുപാട് പേര് അതിനോട് ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതായത് ജഗതി ശ്രീകുമാറിന് കോടതി ശിക്ഷ വിധിച്ചില്ലെങ്കിലും ജഗതി ശ്രീകുമാർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ദൈവം ശിക്ഷ കൊടുത്തു. ഇപ്പൊ അറിയാലോ ജഗതി ശ്രീകുമാറിന്റെ ഒരു അവസ്ഥ. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളതേ, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്ത് കാര്യം? ജഗതി ശ്രീകുമാറിന് ഈ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയത് ഒരു വാഹന അപകടത്തിലായിരുന്നു അല്ലെ? ഈ വാഹന അപകടത്തിൽ എത്ര സിനിമാ താരങ്ങൾക്ക് തന്നെ അറിയാലോ. റാണി ചന്ദ്ര, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയായിരുന്നു റാണി ചന്ദ്ര. ഒരു വിമാനാപകടത്തിലാണ് റാണി ചന്ദ്ര കൊല്ലപ്പെടുന്നത് അല്ലെ? സൗന്ദര്യ കൊല്ലപ്പെടുന്നത് ഒരു വിമാനം കത്തിയിട്ടാണ്. സൗന്ദര്യ എന്ന് പറയുന്ന മലയാളികളുടെ ഇഷ്ടതാരമായ സൗന്ദര്യ, മറ്റൊരു അന്യഭാഷ നടിയായിരുന്നു സൗന്ദര്യ മരിക്കുന്നത്. ജയൻ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അല്ലെ, ഷൂട്ടിങ്ങിനിടയിൽ ജയൻ കൊല്ലപ്പെടുന്നു. മോനിഷ മലയാളികളുടെ മറ്റൊരു ഏറ്റവും യുവനടിയായ മോനിഷ മരണപ്പെടുന്നത് ഈ ഒരു കാർ അപകടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഈ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജഗതി ശ്രീകുമാർ കൊല്ലപ്പെട്ടത് ദൈവത്തിന്റെ ഒരു ശിക്ഷയാണെന്നൊക്കെ പറയുന്നതിൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾക്ക് സമാധാനിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അപ്പൊ ഏതായാലും അന്യായങ്ങൾ എന്ന പുസ്തകം എഴുതിയ ഗീത ടീച്ചറെ, ടീച്ചർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ സൂര്യനെല്ലി, വിതുര, പൂവരണി, കൊട്ടിയം, കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ് ഞാൻ ഓർത്തു പോകുന്നത് റജീനയെ കേട്ടോ. അതൊരുപാട് പറയാനുണ്ട്, പിന്നെ പറയാം. അപ്പോ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ദിലീപാണ് കുറ്റം ചെയ്തത് എന്ന് നിങ്ങളൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്യുക. അതിന് ഹൈക്കോടതിയെ സമീപിക്കുക. ഹൈക്കോടതിയിൽ നിങ്ങൾ തെളിവുകൾ അത്രയും ഹാജരാക്കുക. നിങ്ങൾ പറയുന്നത് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി ദിലീപിന് അനുകൂലമായി വിധി എഴുതിയെന്നാണല്ലോ. എല്ലാ കോടതികളിലും ഹണിയം വർഗീസ് ഉണ്ടാവില്ലല്ലോ. ഹൈക്കോടതിയിൽ പോകുക. ഹൈക്കോടതി ദിലീപിന് തൂക്കുകയർ വിധിക്കുകയാണെങ്കിൽ ശരി, വിധിക്കട്ടെ. അതിന് അങ്ങേപ്പുറം മറ്റൊരു കോടതി കൂടിയുണ്ട്, സുപ്രീം കോടതിയും ഉണ്ട്. അങ്ങനെ എല്ലാ കോടതികളും ദിലീപ് കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്കും പറയാം ദിലീപ് കുറ്റവാളിയാണ്. കാരണം നമ്മൾ നീതിപീഠത്തെ ആദരിക്കുന്നു, നീതിപീഠത്തെ ബഹുമാനിക്കുന്നു.
അതോടൊപ്പം തന്നെ ഈ ചാനൽ മുറികളിലെ കള്ളക്കഥകളെ, കള്ളത്തിരുമാലികളുടെ ഇമാതിരിയുള്ള ഈ വ്യാജ കഥകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ മനുഷ്യന് നേരെ കൈവിരൽ ചൂണ്ടരുത് കേട്ടോ. കൈവിരൽ ചൂണ്ടരുത്. അത്രേ പറയാനുള്ളൂ. അത്രമാത്രം.